വണ്ടിയോ? വണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാനിവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ ട്രാഫിക്, റോഡ്സ് വെരി ബാഡ്. 2 ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ് ഗോപു. ഹൗ അബൌട്ട് വൺ മോർ ഐസ്ക്രീം? നോ താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും? നത്തിങ്. അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ. ഷുവർ. വെയിറ്റർ. വെൽ, ഓ എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എത്രയായി? 2 ഐസ്ക്രീമിന് എന്ത് വില? 12 രൂപ. 20 രൂപയുണ്ട്. ബാക്കി നീ എടുത്തോ. ബില്ല് കൊണ്ടുവരുമ്പോ കൂടുതൽ പേനയും കൊണ്ടുവരണം. ഞാൻ ഒപ്പിട്ട് തരും. നീ സലാം വെച്ച് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം. ഓ ഐ എം സോറി മീര. ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വൈര്യമായിട്ട് സാധിക്കാറില്ല. ഒന്നുകിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ്. വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് അറ്റ് ദിസ് ഏജ്. ഞാൻ ക്യാഷ് കൊണ്ടുനടക്കാറേ ഇല്ല. ബില്ല് ഓഫീസിലയക്കും. എല്ലാം കമ്പനി അക്കൗണ്ടിൽ പൊയ്ക്കൊള്ളും. അത്രയും ടാക്സ് കുറയുമല്ലോ. നമുക്കിറങ്ങാം. ഓ ഷുവർ. 20 രൂപയോ? രാവിലെ പുട്ടും കടലയും മേടിക്കാൻ 2 രൂപ ചോദിച്ചപ്പോ കണക്ക് പറഞ്ഞ ചമ്പാരാമൻ പിള്ളേ, ഒരു പെണ്ണിനോട് 10 മിനിറ്റ് സംസാരിക്കാൻ 20 രൂപ. അതും ഒരു കാശുകാരി പെണ്ണിനോട്. ഈ പരിപാടി ശരിയാവില്ല. അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ, പ്രേമിക്കാൻ നീ. ആ കളി വേണ്ട. ആശയില്ലെന്ന് കണ്ട എവിടെ ഇട്ടച്ചങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി. എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, അതായത് ഈയിടെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാനൊക്കത്തില്ല. എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്വീകരിക്കട്ടെ. എപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കും. 2 ബോഷമാണ്. ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യടാ. നീ ഫസ്റ്റ് ഇടാ. നല്ല ഷൈനിങ് അല്ലേ വേൾഡ് കപ്പിന്? 24 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായി തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവന നിങ്ങളെ മാറി മാറി വണ്ടി നോക്കി. ഒരു ചായ വാങ്ങിച്ചു തരണം മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവനെ വിളിക്കുകയല്ലേ. എത്ര കടകൾ കഴിഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ തുറന്നു. വണ്ടി വിടറെങ്കിൽ ചായ വാങ്ങിച്ചാക്കൂ. രാവിലെ പോലെ ഇന്നത്തെ അനൗൺസ് ചെയ്യല്ലേ ഭാഗ്യദേവനെ. എത്ര കട കഴിഞ്ഞോ? എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇതിന്റെ അകത്ത് ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ? ചായ വാങ്ങിച്ചു കൊടുക്കാശാനെ. ഇക്കണക്കിന് ശബ്ദം മാത്രമല്ല തടിയും പോവും. ചുമ്മാ വാശാനി കളവന്റെ വേറെ. എന്താ അല്ല പിന്നെ 10 മണി വരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. ഹലോ ഹലോ, എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ. പോട്ടെന്ന് പറഞ്ഞ കാശ് വന്നില്ലെന്നേ. ഈ ഇപ്പൊ എന്താ വേണ്ടേ? ചായ കുടിക്കണോ? ചായ കുടിക്കണോ? നിന്റെ കാശില്ലേ? കാശാ? എന്റെ കാശൊന്നും കാശില്ലേ? കണ്ട പെമ്പിളാതെ സൽക്കരിക്കാൻ 10 രൂപ ചായ കുടിച്ചപ്പോ അതിനൊക്കെ ഉള്ള കാശുണ്ട്. വാങ്ങുണ്ട്. അവൻ പോട്ടാശാനെ. ഇവിടെ ഇങ്ങനെ ഒരു റോഡും ഇല്ല, ഈ പേരിലൊരു സ്ഥാപനവും ഇല്ല. എന്തായാലും എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വീട്ടിലോട്ട് എല്ലാം പറ്റത്തില്ല. 100 രൂപ വഴിച്ചെല്ലെന്ന് പറഞ്ഞ ആ ദ്രോഹി എന്റെ നിന്ന് വാങ്ങിച്ചത്. അവിടെ ചെന്നാ മതി, അവൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പണിയില്ല നടക്കുന്ന ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നമുക്കെന്താ പണി? നമുക്കേ ഞങ്ങളെ ഈ എക്സ്പോ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്തതാ പെങ്ങള്. കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരു അനിയനുള്ളത് ഊമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളുമാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളോട് കൂടുന്നു. അതെ, പെങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ച് തോട്ടിൽ പറയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം എന്ന് വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം.
ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ എന്ന് തീർത്ത് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ചെയ്യാനൊന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ ഇരുന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. ആ, എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ താൻ എടുക്കണ്ടെന്നേ. താൻ മാറി നിന്നു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ. എന്താ അപ്പാ വാസനെ. പണ്ടറക്കാരൻ പോകുന്നില്ലല്ലോ. അപ്പൊ അനുസരണയുണ്ട്. KLK 8301. ഇത് നമ്മുടെ ചാക്കോച്ചന്റെ വണ്ടിയല്ലേ? ചാക്കോച്ചനെ. ഏത് ചാക്കോച്ചൻ? ഓ ഇവൻ. ഓ, നമ്മുടെ ചാക്കോച്ചൻ. അത് പിന്നെ കണ്ടറിയാൻ പാടില്ലേ? അത് തന്നെ. തുടങ്ങാം. പിന്നല്ലാതെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? ദാ, വാ. എവിടെ പോന്നു? അല്ല, വേണ്ടപ്പെട്ട ഒരാളുടെ വണ്ടിയാ. ആ. കണ്ട സ്ഥിതിക്ക് നോക്കാതെ പോകുന്നത് മോശമല്ലെന്ന് വിചാരിച്ചു. വേണ്ട വേണ്ട, എനിക്കറിയാം എന്തിനാണ്. അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനില്ല. അതെ, നീ തൊട്ടശുദ്ധമാകണ്ട, വെറുതെ നിന്ന് നിന്നാ മതി. ഒരു മറയായി. അതെ, വാ, ദാ, വാ, വാ. വാ. വാടാ. ചാക്കോച്ചന്റെ വണ്ടിയുടെ കളർ മാറ്റിയോ? ശരിയാണല്ലേ? എന്താ എന്റെ പേര്? ഉണ്ണി. ആ, ചാർലി. നിന്റെ? ഗോപു. ആ, ഇരിക്കെ. പറഞ്ഞില്ലേ ഇരിക്കാൻ? ഇരിക്കണം. എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്? ചോദിച്ചു കേട്ടില്ലേ? എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ടെന്ന്? വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്തോണ്ട്. ഇല്ലാത്തോണ്ട് മോഷണം തൊഴിലാക്കാന്ന് വിചാരിച്ചില്ലേ? ഡേയ്, ആ കുടിക്കാൻ എന്താ വേണ്ടത്? വേണോ വേണ്ടെന്ന് വാങ്ങുമെന്ന് പറയേ. വേണ്ട. എന്താ സാർ? ആ, നീ എന്റെ ബ്രീഫ് കേസ് എടുത്ത് ജീപ്പിൽ കൊണ്ടുവയ്ക്ക്. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ ടൂറിലാണെന്ന് പറഞ്ഞു. ആ, എഴുന്നേൽക്കണം. ക്ഷീണിക്കില്ല. ആ, നടക്ക്. സാർ, ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്. എവിടെ ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മിണ്ടാതെ പറയുന്ന അനുസരിച്ചാൽ മതി. നടക്ക്.
അല്ല ഇറങ്ങിന്. എന്താണ് ഒരു വാദം പിടിച്ച പോലെ? ആ അങ്ങോട്ട് ഇറങ്ങിക്ക്. നീങ്ങി നിക്ക് അടുത്തോട്ട്. ആ ചെറുപ്പക്കാരെ തിരിച്ചുവല്ല ചെയ്യണ്ടേ അല്ലേ? Yes, that's it. Smart boy. Come on. Come on. Very bad kick. Timing ശരിയല്ല. സ്പീഡ് പോരാ. Come on. ഇത്രയേ ഉള്ളോ? ദേഹം നനങ്ങിയത് പോലില്ലല്ലോ. മോശം മോശം. ഗോപു അല്ലേ? ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വാ. അങ്ങോട്ട് നിൽക്കേ. ഇവിടെ നീങ്ങി നിൽക്കേ. കുറെ കൂടെ അടുത്ത്. ആ ഗോപു hurry up, come here. കക്കാൻ പോയാൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് കക്കാനും അറിയില്ല, നിൽക്കാനും അറിയില്ല. ഗോപു, ഉണ്ണി, ചാർലി, നിങ്ങൾ 3 പേരിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോ നിവൃത്തിയില്ല നിങ്ങളെപ്പോലെ ഞാനും മോഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളു തുറന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പണമുള്ളവരാരെങ്കിലും കുറച്ച് പൈസ തന്നെ എന്നെ സഹായിച്ചു കരുതി. പലരോടും ചോദിച്ചു, ആരും സഹായിച്ചില്ല. ഇന്നെനിക്ക് ധാരാളം പണമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറെ പണം തരാൻ പോകുന്നു. ഔദാര്യമല്ല, പണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതിയാലും മതി. ഇത് 10,000 രൂപയുണ്ട് ഗോപുവിന്. ഇത് ഉണ്ണിക്ക്. ഇത് ചാർലിക്ക്. എന്ത് വേണോ ചെയ്യാം. ബുദ്ധിപൂർവ്വം ചെലവാക്കാം, ധൂർത്തടിച്ച് കളയാം. അവനവന്റെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 വർഷത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെയായി എന്ന് എനിക്കറിയണം. ഇന്ന് നവംബർ 27. അടുത്ത നവംബർ 27 നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കൂടുന്നു. ഒരു മനുഷ്യായുസ് മുഴുവനും ധൂർത്തടിച്ച് കളയാനുള്ള തുക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല, ആരെയും അതിരുകടന്ന് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. 1 വർഷത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്? പ്രോമിസ്. 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 ഉണ്ണി, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കുറവ്? ശുഖ ശാപ്പാട്, ശ്രീ മുരുക ഭവൻ, അതിന് മുകളില് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മുടെ റൂമിന്റെ മുകളില് ഒരു ഫ്ലോറൂടെ. ആരോട് ചോദിച്ചിട്ടാണോ മുറി തുറന്നത്? ആരോടാ ചോദിക്കേണ്ടത്? തന്നോടോ? ഇത് എന്റെ മുറിയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ.
പരിചയമില്ലായിരിക്കും അല്ലേ? അന്ന് മുറിയെടുത്തപ്പം കണ്ടത് ഓർമ്മയില്ലേ? ചക്കാത്തിനല്ലല്ലോ, വാടകയ്ക്കല്ലേ? ആ, വാടകയ്ക്ക. പക്ഷേ അത് ചക്കാത്തിനായപ്പോഴുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. വാടക ചോദിച്ചാ പോരെ, തരുമായിരുന്നല്ലോ. ചോദിച്ചാ മതിയായിരുന്നല്ലേ? അത് ഞാനിപ്പോഴാ അറിഞ്ഞത്. അപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ചോദിച്ച രീതി ശരിയല്ലായിരിക്കും അല്ലേ? കാശ് കൊടുത്തേട്ടെ, ഒരു 400 രൂപ എടുത്തേ. നീ കൊടുത്തേ. 400 രൂപ നീ കൊടുത്തേക്ക്. ദാ, 400 രൂപയുണ്ട്, 4 മാസത്തെ വാടക. ദാ. സന്തോഷം. ആ, ഇനി സാധനങ്ങളെല്ലാം എടുത്ത് ആ. സ്ഥലം കലിയേക്ക്. സ്ഥലം കാലിയാക്കാനോ? ആ, ഇനി ഇവിടെ പൊറി വേണ്ടാന്ന്. അതെ, ഞങ്ങളുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോയെന്ന് പോലീസിൽ പരാതി കൊടുക്കും. ചെല്ലിയല്ലേ, അവരുടെ ലിസ്റ്റിലുള്ള പല തൊണ്ടി സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാടകയില്ലാതെ താമസിക്കാൻ ഒരു സ്ഥലവും തരും. കള്ളന്മാര് കേസ് കൊടുക്കുന്നൊരു കാലേ. എന്താ സംഭവം? പുള്ളി ഇപ്പൊ മൂടൗട്ടാ. കയ്യിൽ കാശും പോയി പെട്ട് റോട്ടിലുമായി. ₹100 അഡ്വാൻസ്. ചളേ കൊടു. കാശ് കൊടു. കൊടുത്തിട്ട് വേഗം വാ. 1127 കൊള്ളാം, നല്ല നമ്പറാണ്. അറിയാമോ ഞാൻ ചോദിക്കുക, നിന്റെ ഇരിക്കുന്നത് പുളുങ്കുരു ആണോ? എന്റെ കയ്യിൽ മാത്രമല്ല. പിന്നെ കാശൊക്കെ എവിടെ? എടുക്കാൻ നോക്കൂല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? അല്ലേ അല്ലേ, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. അയ്യോ, എന്നാ ഇങ്ങനെ തരും. വേണ്ട വേണ്ട, എല്ലാം തന്നാ മതി, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് 1-2 എടുത്ത് ചെലവാക്കിയ അടുത്ത കൊല്ലം തിരിച്ചു കൊടുക്കണ്ടേ? അത് അടുത്ത കൊല്ലത്തെ കാര്യമല്ലേ ഉണ്ണി. ഒരു 2 രൂപ ചേഞ്ച് ചെയ്യുന്നേ, ഫോൺ ചെയ്യട്ടെ. ഹലോ, 3068. ഹോൾഡ് ഓൺ പ്ലീസ്. ഹലോ, ബീരല്ലേ? ഗുഡ് മോർണിംഗ്, ഗോപു. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എത്തിയതേ ഉള്ളു. ബിസിനസ് അല്ലേ, കഴിഞ്ഞ ആഴ്ച എത്തേണ്ട ഷിപ്മെന്റ് ആണ്. എത്ര ഏജന്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഓർമ്മിച്ചു വന്ന അതല്ലേ ഓടി എത്തിയത്. പിന്നെ മീരയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തിരുന്ന സാരി നെക്ലസും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള അർജൻസിയിൽ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാ ഒന്ന് കാണുക? വൈകിട്ടോ? ഓ യെസ്. ഇവിടുത്തെ നമ്പറോ? ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്. മാച്ചസ് പ്ലീസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ത്? ഫോണിൽ കൂടി ആ പെണ്ണിനോട് പറഞ്ഞ പുള്ളിയെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മനസ്സിലായില്ല. മനസ്സിലായി തരാം, വാ. ഇതാണ് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി. 5-ന് 10, 10-ന് 20, ഒറ്റയ്ക്കിരട്ട. അതാണ് നോട്ടിരട്ടിപ്പ്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ നോട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. ഈ നോട്ടടവെപ്പ്, നോട്ടരട്ടിപ്പ് എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ കാശ് ഉണ്ണിയെ കാശ് കൊടുക്കാൻ എന്റെ ഇല്ല. അവനൊന്നും തരൂലടാ. എടാ, ഗുരുജിയുടെ കാറിന്റെ സ്റ്റീരിയോ മോട്ടിച്ചതിന് നമുക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? ഓരോരുത്തർക്കും 10,000 രൂപ വീതം. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഇനി കാശ് വന്നുകൊണ്ടേയിരിക്കും.